അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് പുട്ടുപൊടി വെച്ചിട്ടുള്ളതാണ്. ഇതുപോലെ ചെറിയ തരികളോട് കൂടിയിട്ടുള്ള പൊടിയാണ് പുട്ടുപൊടി. ആദ്യം തന്നെ ഒരു മിക്സിയിലെ ജാർ എടുക്കുക. ഇതിലേക്ക് 250 ml കപ്പിന് 1 കപ്പ് പുട്ടുപൊടി ഇട്ട് കൊടുക്കുക. പുട്ടുപൊടി അളന്നെടുത്ത അതേ കപ്പിന്റെ അളവിൽ ഒരു 1/2 കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കുക. അളവ് കപ്പിലാണ് എടുക്കുന്നതെങ്കിൽ അളവ് കപ്പിൽ തന്നെ 1/2 കപ്പ് ചിരകിയ തേങ്ങ എടുക്കുക. ഗ്ലാസിന്റെ അളവിലാണ് പുട്ടുപൊടി അളന്നെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഗ്ലാസിന്റെ അളവിൽ തന്നെ 1 ഗ്ലാസ് ചിരകിയ തേങ്ങയും എടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 2 നുള്ളു ഉപ്പ് ചേർക്കാം. ഉപ്പ് കൂടി പോവരുത്, ഒരു 2 നുള്ളൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഏലക്ക മാത്രം പൊടിച്ചെടുത്തിട്ടുള്ള ഏലക്കാപ്പൊടിയാണ്. പഞ്ചസാരയൊക്കെ കൂട്ടി ചേർത്ത് പൊടിക്കുന്ന ഏലക്കാപ്പൊടിയാണെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അഥവാ നിങ്ങളുടെ കയ്യിൽ ഏലക്കാപ്പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ 2 ഏലക്ക മുഴുവനായിട്ട് അങ്ങ് ഇട്ട് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. എത്ര കപ്പിന്റെ അളവിലാണോ നമ്മൾ പുട്ടുപൊടി എടുത്തത് അതിന്റെ ഇരട്ടിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. 1 കപ്പ് പുട്ടുപൊടിക്ക് 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഗ്ലാസിന്റെ അളവിലാണെന്നുണ്ടെങ്കിൽ ആ ഗ്ലാസിന്റെ അളവിൽ തന്നെ വെള്ളവും അളന്നെടുക്കുക. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ്, നമ്മൾ പുട്ടുപൊടി എത്രയാണോ എടുത്തിട്ടുള്ളത് ആ കപ്പിന്റെ അളവിൽ 1/2 കപ്പ് ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. ഇത് കല്ലും മണ്ണും ഒക്കെ ഉള്ളത് കൊണ്ട് ഒന്ന് ഉരുക്കി എടുത്തതിന് ശേഷം അരിച്ച് ചൂടൊക്കെ മാറിയിട്ടാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു കട്ടിക്ക് വേണം അടിച്ചെടുക്കേണ്ടത്. ഞാൻ എടുത്തിട്ടുള്ള സ്റ്റീം ചെയ്തിട്ടുള്ള പുട്ടുപൊടിയാണ്, കടയിൽ നിന്ന് വാങ്ങുന്ന പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു കട്ടിക്ക് അടിച്ചെടുക്കുക. നിങ്ങൾ അടിച്ചെടുക്കുന്ന സമയത്ത് വെള്ളം കൂടി പോവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ പുട്ടുപൊടി ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതിയാവും. നമ്മൾ എടുക്കുന്ന ഓരോ പുട്ടുപൊടിക്ക് അനുസരിച്ച് വെള്ളത്തിന്റെ അളവിനും വ്യത്യാസം ഉണ്ടാവും. ഈ ഒരു രീതിക്ക് വേണം ഈ ബാറ്റർ തയ്യാറാക്കാൻ. അപ്പൊ ഇത് കുറച്ച് സമയം ഇവിടെ ഇരിക്കട്ടെ, മൂടി വെച്ച് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് 2 മീഡിയം സൈസ് നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. നേന്ത്രപ്പഴം നല്ല പഴുത്തിട്ടുള്ള നേന്ത്രപ്പഴം തന്നെ എടുക്കാം. നേന്ത്രപ്പഴം തൊലിയെല്ലാം മാറ്റിയതിനു ശേഷം ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ നേന്ത്രപ്പഴം എന്താ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചൂടായി കിടക്കുന്ന ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊന്ന് ചൂടാവട്ടെ. നെയ്യിന്റെ ടേസ്റ്റ് ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ നെയ്യ് വരെ എടുക്കാവുന്നതാണ്. അപ്പൊ നെയ്യൊന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കശുവണ്ടി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കാം. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ ഉണക്ക മുന്തിരിയൊക്കെ ഒന്ന് വീർത്ത് വരട്ടെ. ഉണക്ക മുന്തിരിയൊക്കെ ഒന്ന് വീർത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയം ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കാം. നേന്ത്രപ്പഴം തന്നെ ചേർത്ത് കൊടുക്കുക, എന്നാൽ മാത്രമേ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. നേന്ത്രപ്പഴത്തിൻ്റെ നിറമൊക്കെ ഒന്ന് മാറി കിട്ടുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നേന്ത്രപ്പഴത്തിൻ്റെ നിറമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. 1 മിനിറ്റൊക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് ചിരകിയ തേങ്ങ 1/2 കപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറിയൊരു മധുരം കിട്ടുന്നതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ആ തേങ്ങയും കൂടെ ചേർത്തിട്ട് 1 മിനിറ്റും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല. നല്ല മധുരമുള്ള നേന്ത്രപ്പഴമൊക്കെ ആണെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല. മധുരം കുറവുള്ള നേന്ത്രപ്പഴം ആയതുകൊണ്ടാണ് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പം മധുരം വേണ്ടെന്നുണ്ടെങ്കിൽ മധുരം ഒഴിവാക്കാം. 1 മിനിറ്റും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. ചിരകിയ തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്ത് 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 2 നുള്ളി ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരുപാട് ഏലക്കപ്പൊടി വേണ്ട. പഞ്ചസാരയൊന്നും ഇല്ലാതെ പൊടിച്ചെടുത്ത ഏലക്കപ്പൊടിയാണ് 2 നുള്ളി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പഞ്ചസാരയും കൂട്ടി ചേർത്ത് പൊടിച്ച ഏലക്കപ്പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. ഏലക്കപ്പൊടിയുടെ ഫ്ലേവർ വേണ്ടാന്നുണ്ടെങ്കിൽ ഏലക്കപ്പൊടി ഒഴിവാക്കാം. നേരത്തെ പുട്ടുപൊടി അടിച്ചെടുത്ത സമയത്ത് ഏലക്കപ്പൊടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഏലക്കപ്പൊടി ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ പ്രത്യേക ഒരു മണവും ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചൂട് മാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇപ്പം ഞാൻ ഇഡ്ഡലി ചെമ്പിൽ കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് ഒരു തട്ട് വെച്ച് കൊടുത്തിട്ട് ഒരു സ്റ്റീലിൻ്റെ ചോറൊഴിക്കുന്ന പാത്രം വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇല ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. നമ്മൾ തയ്യാറാക്കി വെച്ച ബാറ്റർ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. പകുതി ഒഴിച്ചു കൊടുത്താൽ മതി.
പകുതി ബാറ്റർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ പഴത്തിൻ്റെ ഫില്ലിംഗ് ഉണ്ടല്ലോ അത് ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ വിതറിയിട്ട് കൊടുക്കുക. ഫില്ലിങ് വെച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് ബാക്കി ബാറ്റർ അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഫില്ലിങ് ഫുള്ളായിട്ട് കവർ ചെയ്യത്തക്ക രീതിയിൽ ഇതുപോലെ ഒന്ന് ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. ഇതുപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കുക. അതുപോലെ സ്പൂൺ വെച്ച് ഒന്ന് നിരത്തി വെച്ചതിന് ശേഷം നമുക്ക് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ മുകളിൽ വാഴയില വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പം നല്ലൊരു വാഴയിലയുടെ ആ ഒരു ഫ്ലേവറും കൂടി ഇതിലേക്ക് ഇറങ്ങും. നമ്മളിത് മൂടി വെച്ച് കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. തുറന്ന് നോക്കാം. ഇപ്പം നല്ല വാഴയിലയുടെ ഒരു മണമൊക്കെ വരുന്നുണ്ട്. നമ്മൾ തൊട്ട് നോക്കുന്ന സമയത്ത് അറിയാൻ പറ്റും മാവൊന്നും ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല. ചൂടാണ്, ചൂട് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് പുറത്തെടുത്ത് മാറ്റി വയ്ക്കാം. ഇപ്പം ഇതിൻ്റെ ചൂടൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇതിൻ്റെ സൈഡൊന്നും വിടിയിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. സൈഡൊക്കെ ഇതാ വിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിൻ്റെ മുകളിലുള്ള വാഴയില എടുത്ത് മാറ്റാം. ഇനി ഇത് തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പൊ ഇതാ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല അടിപൊളിയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റാണ്, കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളി ടേസ്റ്റുമാണ്. ഇനി ഇതൊന്ന് മുറിച്ചും കൂടി കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്